മുൻപ് നിരവധി സീരിയലുകൾ സംവിധാനം ചെയ്തിരുന്നെങ്കിലും സാന്ത്വനമായിരുന്നു ആദിത്യന്റെ ജീവിതം മാറ്റിമറിച്ചത്. ആ ഒരൊറ്റ സീരിയലിൽ നിന്ന് തന്നെ ആദിത്യൻ എന്ന പേര് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പോലും സുപരിചിതമായി. യഥാർത്ഥത്തിൽ ആദിത്യന് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും ആ സീരിയലായിരുന്നു. സ്ഥലവും വീടുപണിയുമെല്ലാം ആദിത്യൻ വാങ്ങിയതും ആരംഭിച്ചതും സാന്ത്വനം ഇരു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചതിൽ പിന്നെയാണ്. പക്ഷേ ആദിത്യനെ കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു. വീടിന്റെ പാലുകാച്ച് അടുത്തിരിക്കെയാണ് ആദിത്യന്റെ മരണം സംഭവിച്ചത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തിയ ആദിത്യൻ അവിടെ വച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ആദിത്യന് 2 മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമുണ്ടായിരുന്നു. ഒരു മകനും മകളുമാണ് അദ്ദേഹത്തിന്. ഭാര്യ രോണു ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മരണശേഷം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് രോണുവാണ്. കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതിജീവനത്തിന്റെ ഭാരവും ഏറ്റെടുത്ത് നിസ്വാർത്ഥമായി മുന്നോട്ടു പോയി രോണു. ഭർത്താവ് പോയിട്ടിപ്പോൾ 1 വർഷത്തിനും 6 മാസത്തിനും മുകളിലായി. ഈ ഇടവേളയിൽ അനേകം ബുദ്ധിമുട്ടുകൾ മുഖാമുഖം കണ്ടിരുന്നു അവൾ. ഒരു നിമിഷം പോലും തളരാതെ തനിക്ക് കഴിയുന്നതിൽ വച്ച് മക്കളുടെ ഭാവിക്കായി അവൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും വേണ്ടി രോണു എന്ത് ജോലി കിട്ടിയാലും ചെയ്തു. അതിലൊരു ഉദാഹരണമാണ് ഡെലിവറി ഗേളായി ജോലി ചെയ്തത്. മഴയോ ചൂടോ നോക്കാതെ ദിവസവും ഉത്സാഹത്തോടെ അത്തരം ജോലികൾ അവർ ചെയ്തു വന്നു. ഇന്നും വീട്ടിലെ എല്ലാ ചിലവുകളും, കുടിവെള്ളം മുതൽ കുട്ടികളുടെ ഫീസ് വരെയുള്ള ചിലവുകൾ വരെ രോണുവിന്റെ കയ്യിലാണ്. അവളുടെ ആത്മവിശ്വാസവും മക്കളോടുള്ള സ്നേഹവും കൊണ്ടാണ് ഈ കുടുംബം ഇന്നും അടിതെറ്റാതെ നിലനിൽക്കുന്നത്. രോണു ഇന്ന് സ്വന്തം ജീവിതം ഉപേക്ഷിച്ചിട്ടും മക്കളുടെ ഭാവിക്കായി ജീവിക്കുന്ന ഒരു മാതാവിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. സാന്ത്വനം പരമ്പര സൂപ്പർ ഹിറ്റായി TRP റേറ്റിംഗിൽ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആദിത്യൻ മരണമടയുന്നത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്നപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് സംശയിച്ചവർ പോലുമുണ്ട്. കാരണം മരണത്തിന്റെ തലേ ദിവസം വരെ ഷൂട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് രോണു. അതിന്റെ താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോയും. സ്ഥലപരിമിതി കാരണം അത് അലമാരയിൽ വച്ചു. സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ആ ഡെലിവറി ജോലിക്ക് പോകാൻ വാങ്ങിയതാ. അതിലുമുണ്ട് മക്കളുടെയും ചേട്ടന്റെയും സ്കൂൾ കോളേജ് കാലത്തിലെ ചെറിയ ട്രോഫികൾ. ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ വേദനയോടെ കഴിയുകയാണ് രോണു. ഒപ്പം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ രോണുവിന്റെ ചുമലിലും. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി രോണു എത്രത്തോളം കഷ്ടപ്പെടാനും തയ്യാറാണെന്ന് ഇതിലൂടെയെല്ലാം വ്യക്തം.